Now let us do a program. Define a structure called steel quality that will describe the following information of steels available in a market. Steel name, company name, grade and tensile strength. Write functions to perform the following operations. To find out steel of a given grade in the order of their tensile strength. Then second one, to find out steels with tensile strength less than a given value. I repeat the question. Define a structure called steel quality that will describe the following information of steels available in a market. Steel name, company name, grade and tensile strength. Write functions to perform the following operations. First one, to find out steel of a given grade in the order of their tensile strength. 2. To find out steels with tensile strength less than a given value. So let us write the program. Hash include iostream.h, hash include code.io.h. ആദ്യം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഒക്കെ എഴുതണം. hash include iostream.h, hash include code.io.h. Now നമുക്ക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. Define a structure called steel quality. Struct steel quality. അപ്പോൾ steel quality എന്നുള്ള സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതിനകത്ത് വേണ്ട കാര്യങ്ങൾ സ്റ്റീലിന്റെ പേര്, കമ്പനിയുടെ പേര്, ഗ്രേഡ്, ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ചാർട്ട് സ്റ്റീൽ നെയിം, char company name, സ്റ്റീലിന്റെ പേരും കമ്പനിയുടെ പേരും ക്യാരക്ടർ അറേ ആയിട്ട് കൊടുക്കാം, സ്ട്രിംഗ് ആയിരിക്കും. അതിന്റെ ഗ്രേഡ് നമുക്ക് ഇന്റീജർ ആയിട്ട് കൊടുക്കാം. int grade, float, tensile strength. അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ആണ് നമുക്ക് സ്ട്രക്ചറിൽ വേണ്ടത്. ഏതൊക്കെയാണ്? അതിന് സ്റ്റീലിന്റെ നെയിം, അതിന്റെ കമ്പനിയുടെ നെയിം, ഗ്രേഡ് വേണം, പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത്. ഇപ്പൊ സ്റ്റീൽ നെയിമും കമ്പനി നെയിമും ക്യാരക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, ഗ്രേഡിനെ ഇന്റീജർ ആയിട്ടും ടെൻസൈൽ സ്ട്രെങ്തിനെ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടും ഡിക്ലെയർ ചെയ്തു. അപ്പൊ സ്ട്രക്ചർ ടൈപ്പ് ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ പറയുന്നത് you have to have two functions. ഒന്ന് to grade in the order of tensile strength ന്റെ ഗ്രേഡ് അനുസരിച്ച് to find out steel of a given grade in the order of their tensile strength. അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ വേണം. പിന്നെ ഏതെങ്കിലും ഒരു ടെൻസൈൽ സ്ട്രെങ്ത് വാല്യൂ ഉണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന സ്റ്റീൽസ് ഒക്കെ ഏതാണ്, അതിന് താഴെ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽസിനെ കണ്ടുപിടിക്കുക. അതിനും ഒരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ വേണം. ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണം, ഒരു പർട്ടിക്കുലർ ഗ്രേഡിലെ സ്റ്റീലിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് അതിനെ സോർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴെ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതെല്ലാമാണ് രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിന് ഓരോ ജോബിനും ഓരോ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. Now let us declare the functions. ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ void list float of max int n. ഇവിടെ നമ്മൾ attributes arguments ആയിട്ടാണ് സ്ട്രക്ചർ മെമ്പേഴ്സിനെ കൊടുക്കുന്നത്. സ്ട്രക്ചർ കയറിയിട്ടുണ്ട്. സ്ട്രക്ചർ സ്റ്റീൽ ക്വാളിറ്റി, സ്റ്റീൽ array of structuresനെ നമ്മൾ പാസ് ചെയ്തു. ഫംഗ്ഷനിലോട്ട് array of structuresനെ കൂടെ ആർഗ്യുമെന്റ് ആയിട്ട് എഴുതി. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് void എന്ന് കൊടുത്തത്. void സോർട്ട്. ഇനി സോർട്ട് ചെയ്തിട്ട് വേണം ആ പർട്ടിക്കുലർ വാല്യൂവിന് താഴെയുള്ള എല്ലാം കണ്ടുപിടിക്കാൻ. അതിനു വേണ്ടി int n struct
steel quality steel. അപ്പോൾ നമ്മൾ രണ്ട് ഫങ്ഷൻസും ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് മെയിൻ ഫങ്ഷൻ എഴുതാം. void മെയിൻ ഫങ്ഷൻ എഴുതുന്നു. void main struct steel quality type of 30 array of structures int I now float ടെൻസൈൽ. ഒരു പർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത്തിന് താഴെ വരുന്ന സ്റ്റീൽ കണ്ടുപിടിക്കുക. ആ വാല്യൂ ആണ് ഇത് ടെൻസൈൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. സോ സീൻ നമ്പർ ആൻഡ് ടെൻസൈൽ. ഇനി നമുക്ക് ഇൻപുട്ട് ചെയ്യണമല്ലോ. അറേ ഓഫ് സ്ട്രക്ചേഴ്സിലെ മെമ്പേഴ്സിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. സോ ഫോർ I equal to 0, I less than no, I plus plus. Scene type of I dot steel name. Scene type of I dot company name. Then scene type of I dot grade. Then scene type of I dot tensile strength. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് ചെയ്യാനുള്ളത്. അറേ ഓഫ് സ്ട്രക്ചേഴ്സിലെ എല്ലാത്തിൻ്റെ എലമെന്റ്സിനെ നമ്മൾ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്തു? സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. അതിനകത്ത് തന്നെ സ്ട്രക്ചർ ടൈപ്പ് ഡെഫിനിഷൻ മാത്രമേ വന്നുള്ളൂ. പിന്നെ രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ മെയിനിനകത്ത് അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നു, വേണ്ട വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ തന്നെ നമ്മൾ അറേ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ മെമ്പേഴ്സിനെല്ലാം ഇൻപുട്ട് ചെയ്തു. സോ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനിയെല്ലാം നമ്മൾ മെയിനിൽ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ. ഇപ്പൊ നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇൻപുട്ട് ചെയ്തതെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു പ്രിന്റ് ദി array of structure inputted, അത് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫോർ I is equal to 0, I less than n, I plus plus. അത് ലൂപ്പ് തുടങ്ങുക. ലൂപ്പിനകത്ത് നമ്മൾ എന്താണ് ഓരോ array of structureലെ ഓരോന്നിന്റെയും ആട്രിബ്യൂട്ട് എലമെന്റ്സ് നമ്മൾ പ്രിന്റ് ചെയ്യണം. അത് ഓപ്ഷണൽ ആണ്, അത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ അറേ ഓഫ് സ്ട്രക്ചറിലെ ഓരോ സ്ട്രക്ചറിന്റെയും എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എങ്ങനെ പ്രിന്റ് ചെയ്യാം? ഫോർ I equal to 0, I less than no, I plus plus, cout /n type of I dot steel name /t type of I dot company name /t type of I dot grade /t type of I dot tensile strength. ഇങ്ങനെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് അറേ ഓഫ് സ്ട്രക്ചേഴ്സിലെ എലമെന്റ്സിനെ എല്ലാം പ്രിന്റ് ചെയ്യാം യൂസിങ് എ ഫോർ ലൂപ്പ്.
ഇനി നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യണം. ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ ബേസിൽ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യണം. ആ ഫംഗ്ഷനിലോട്ട് പോവാം. അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോർട്ട്, അതിനകത്ത് വരുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് NOയും ടൈപ്പും. cout /n sorted list. For I equal to 0, I less than NO, I plus സോർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സോർട്ട് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സോർട്ടഡ് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യുവാണ്. ഫോർ I is equal to 0, I less than NO, I plus സോർട്ട് ചെയ്തതിന് ശേഷം ഈ ഫംഗ്ഷൻ സോർട്ടിനെ കോൾ ചെയ്യുക. അപ്പം ആ ഫംഗ്ഷനകത്ത് പോയി സോർട്ട് ആയി കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ സോർട്ടഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വീണ്ടും ലൂപ്പ് എടുക്കുക. ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. ദാറ്റ് ഈസ് cout type of I dot steel name /t type of I dot company name /t type of I dot grade /t type of I dot tensile strength. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ ഇപ്പൊ ആദ്യം സോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. സോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയി അവിടെ നിന്ന് ഫംഗ്ഷൻ അവിടെ അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ അതിന്റെ ടെൻസൈൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യും. അതിനുശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്ത ആ ലിസ്റ്റ് അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ പ്രിന്റ് ചെയ്യുവാണ്. അതിൽ ഓരോന്നും നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതാണ് ഈ ലൂപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം മെയിനിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഓഫ് സ്റ്റീൽ വിത്ത് ടെൻസൈൽ സ്ട്രെങ്ത് ലെസ് ദാൻ, അതായത് ഒരു പെർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ കൊടുത്തിട്ട് ആ ടെൻസൈൽ സ്ട്രെങ്തിനേക്കാളും കുറവുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലിന്റെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പ്രിന്റ് ചെയ്യുന്നത്. സോ cout /n list of steel with tensile strength less than, ആ വാല്യൂ ഏതാണ്? അതാണ് നമ്മൾ ടെൻസൈൽ എന്ന് പറഞ്ഞ ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ആ ലിസ്റ്റ് ആണ് പ്രിന്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിനെ കോൾ ചെയ്യണം. ലിസ്റ്റ് ടെൻസൈൽ NO type. ലിസ്റ്റ് ടെൻസൈൽ NO ടൈപ്പ്. ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ സോർട്ടഡ് ലിസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം പ്രിന്റ് ചെയ്തിട്ട് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്താലും മതി. രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല. അല്ല, ഇത് നമ്മൾ ആദ്യം വരണം. ഇവിടെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സോർട്ടഡ് ലിസ്റ്റ് എന്നുള്ളത് അതിന്റെ അടിയിൽ വരും. അപ്പം സോർട്ടഡ് ലിസ്റ്റ് എന്നുള്ളത് ആദ്യം പ്രിന്റ് ചെയ്തിട്ട് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഇവിടെ ആ ടെൻസൈൽ സ്ട്രെങ്ത് പർട്ടിക്കുലർ വാല്യൂല് കുറവുള്ള ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി നമുക്കപ്പം മെയിൻ ക്ലോസ് ചെയ്യാം. മെയിൻ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്തത്?
സെക്കൻഡ് പാർട്ട് മെയിനിനകത്ത് തന്നെയാണ് എഴുതിയത്. നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് പാർട്ട് മെയിനിനകത്താണ് എഴുതിയത്. നമ്മൾ എന്താണ് ചെയ്തത്? സെക്കൻഡ് പാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻപുട്ടഡ് അറേ ഓഫ് സ്ട്രക്ചേഴ്സിലെ എല്ലാ എലമെന്റ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്തു, ഒരു ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. അതിൽ തന്നെ അത് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം സോർട്ട് ചെയ്തിട്ട്, അതായത് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിന് ശേഷം ആ സോർട്ടഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യണം. അവിടെ ഞാൻ സോർട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടാണ് സോർട്ടഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പിന്നെ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ കാര്യം, ആ ഫംഗ്ഷൻ ഇനി ഡിഫൈൻ ചെയ്യുമ്പം അതിനകത്ത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഇനി ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ട. പകരം നമ്മൾ അത് സോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ഈ ഫംഗ്ഷനകത്ത് എഴുതിയിട്ട് പ്രിന്റിങ് ഇവിടെ തന്നെ ചെയ്യുന്നു. നേരെ മറിച്ച് ഇനി ആ ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് ഒരു പർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത്തിന് താഴെ വരുന്ന ഗ്രേഡിനെ എല്ലാം പ്രിന്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പ്രിന്റിംഗ് എല്ലാം ആ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം കൊടുത്തിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും, ആ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. അതാണ് ഇവിടെ വ്യത്യാസം. രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സോർട്ട് എന്നുള്ള ഫംഗ്ഷനകത്ത് പ്രിന്റിംഗ് ഇല്ല. സോർട്ട് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തപ്പം സോർട്ട് എന്നുള്ള ഫംഗ്ഷനും ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷനും വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഈ സോർട്ടഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് മെയിനിൽ കൊടുത്തു. ഫംഗ്ഷനിൽ കൊടുക്കുന്നതിന് വരെ മെയിനിലാണ് കൊടുത്തത്. അതേസമയം ഇവിടെ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷന് നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് അവിടെ മെയിനിൽ എഴുതുന്നില്ല. കാരണം എന്താ? ഫംഗ്ഷനകത്ത് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഈ സോർട്ടിനകത്ത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ ഒരു ലൂപ്പ്, ആ ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ടല്ലോ. സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷമുള്ള ലൂപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇഫ് വി ആർ ഗിവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ടു പ്രിന്റ് ദ സോർട്ടഡ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. അപ്പൊ ആ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ മെയിനിൽ നമ്മൾ കോൾ ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നു. വേറെ സെക്കൻഡ് ഫംഗ്ഷനകത്ത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആ ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ടെൻസൈൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം ടെൻസൈൽ സ്ട്രെങ്തിനനുസരിച്ച് ഒരു അറേ ഓഫ് സ്ട്രക്ചേഴ്സ്, അതായത് ആ അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ സോർട്ട് ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമ്മളൊരു പർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത് കൊടുത്താൽ അതിന് താഴോട്ട് അതിനേക്കാളും കുറച്ച് ടെൻസൈൽ സ്ട്രെങ്ത് വരുന്ന സാമ്പിളിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് സോർട്ട് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ അതിനെ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തതിന് ശേഷമേ എന്താണ് ആ ലിസ്റ്റ് പ്രിന്റ്, അതായത് ടെൻസൈൽ സ്ട്രെങ്ത് ചെക്ക് ചെയ്ത് താഴോട്ടുള്ള ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാവും. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷന്റെയും ഡെഫിനിഷൻ എഴുതാം. ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ കോളും എല്ലാം കഴിഞ്ഞു. മെയിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കണ്ടു. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ void sort int n struct steel quality steel. ഇതാണ് അതിന്റെ ഫോർമൽ പാരാമീറ്റേഴ്സ്. സോർട്ട് ചെയ്യാൻ വേണ്ടി int I j p float max ടെമ്പററി വേരിയബിളും സ്ട്രക്ചർ ടൈപ്പ് ആയിരിക്കണം. അപ്പൊ struct steel quality temp for j equal to 0, j less than n-1, j++. നമ്മൾ സെലക്ഷൻ സോർട്ട് ആണ് ചെയ്യുന്നത്.
max equal to steel J dot steel of J dot tensile strength. Sort ചെയ്യുന്നത് tensile strength വെച്ചിട്ടാണ് sort ചെയ്യുന്നത്. Then P is equal to J, temp is equal to steel of J. ഇനി നമുക്ക് I loop സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ലൂപ്പ് for I is equal to J plus 1, I less than or equal to n minus 1, I plus plus. I less than n അല്ലെങ്കിൽ I less than or equal to n minus 1, I plus plus. അവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. If steel of I dot tensile strength, if steel of I dot tensile strength greater than max. Ascending order la ചെയ്യുന്നത്. Ascending order അല്ല descending order ചെയ്യാം. അതാണ് greater than max. ആണെങ്കിൽ max equal to steel of I dot tensile strength then അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? P is equal to I, temp is equal to steel of I. Then steel of P is equal to steel of J steel of J is equal to temp. ഇവിടെ നമ്മൾ I ലൂപ്പും കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. if I ലൂപ്പും ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് steel of P is equal to steel of J ആക്കണം. steel of J equal to temp ആക്കണം. അപ്പോൾ J ലൂപ്പും ക്ലോസ് ചെയ്യാം. റിട്ടേൺ ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കാം. സോ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. എന്താ ചെയ്തത്? സെലക്ഷൻ സോർട്ട് ഉപയോഗിച്ചാണ് ചെയ്തത്. വി ആർ സോർട്ടിംഗ് ഇൻ descending order of tensile strength. Here we have sorted in the descending order of tensile strength. ലിസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആ ലിസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. void list അതിനകത്ത് വരുന്ന എന്തൊക്കെയായിരിക്കും? float max, int n, struct steel quality steel. സോ ഇതിനകത്ത് നമ്മൾ അറേ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ എത്ര നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നുള്ള നമ്പർ വേണം. ആ സ്ട്രക്ചർ അറേ ഓഫ് സ്ട്രക്ചർ കൊടുക്കണം. പിന്നെ ഈ മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഏതാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെൻസൈൽ, അതായത് നമ്മൾ ഏത് വാല്യൂവിനേക്കാളും താഴോട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ടെൻസൈൽ എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, ആ വാല്യൂവിന്റെ പകരമുള്ള ഫോർമൽ പാരാമീറ്റർ നമ്മൾ മാക്സ് എന്നുള്ള പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. Now int j for j equal to 0, j less than n, j plus plus ലൂപ്പിനകത്താണ് ചെക്ക് ചെയ്യുന്നത്. if steel of j dot
tensile strength less than max. അതായത് നമ്മൾ ടെൻസൈൽ എന്നുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ് ഇവിടെ മാക്സ് ആയിട്ട് ഫോർമൽ പാരാമീറ്റർ ആയിട്ട് വരുന്നു. അപ്പൊ അതിനേക്കാളും ചെറുതാണ് നമ്മൾ എടുക്കുന്ന ആ പർട്ടിക്കുലർ array of സ്ട്രക്ചറിലെ ടെൻസൈൽ സ്ട്രെങ്ത് ഈ മാക്സിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യണം. ആണെങ്കിൽ cout/n steel of j dot steel name /t steel of j dot company name /t steel of j dot grade /t steel of j dot tensile strength. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷന്റെ അകത്ത് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇതിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുത്തിരുന്നത് ആ പർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത്, പിന്നെ അറേ ഓഫ് സ്ട്രക്ചേഴ്സും കൊടുക്കണം, പിന്നെ അതിന്റെ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ ദി അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പൊ സോർട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പർട്ടിക്കുലർ ടെൻസൈൽ സ്ട്രെങ്ത്തിനേക്കാളും കുറവാണ് അറേ ഓഫ് നമ്മൾ എടുത്തേക്കുന്ന അറേയിലെ ആ പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് പർട്ടിക്കുലർ സാമ്പിളിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഈ ടെൻസൈൽ എന്നുള്ള വാല്യൂവിനേക്കാളും കുറവാണോ ചെക്ക് ചെയ്യണം. അപ്പൊ ടെൻസൈൽ എന്നുള്ള വാല്യൂ ആക്ച്വൽ പാരാമീറ്റർ ആയിരുന്നെങ്കിൽ ഫോർമൽ പാരാമീറ്റർ മാക്സ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മാക്സ് ഉപയോഗിക്കുന്നു. അപ്പൊ മാക്സിനേക്കാളും കുറവാണ് നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് a particular structure in the array, അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. സോ steel of j dot tensile strength less than max ആണെങ്കിൽ ആ array of structuresന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യുക. അതിനുള്ള പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് array of structure ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. Here we have passed the array of structure into function.